വയനാട് ചുള്ളിയോട് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോകവെ IC ബാലകൃഷ്ണൻ MLAക്ക് നേരെ പ്രതിഷേധം. NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് MLAയുടെ രാജി ആവശ്യപ്പെട്ട് DYFI പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. MLA കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ തടയാൻ ശ്രമിച്ച ഗൺമാൻ സുദേശന് പരിക്കേറ്റു. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് MLA അവിടെ എത്തുകയായിരുന്നു. എത്തുന്ന സമയത്ത് വണ്ടിയിൽ ഞാനടക്കം ഉണ്ടായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് പിന്നെ അവിടെ നിന്നുള്ള ഒരു 10-15 ആൾക്കാർ DYFIക്കാരാണെന്ന് തോന്നുന്നു. അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വരികയും MLA വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ MLAനെ ആക്രമിക്കുകയും ചെയ്തു. അപ്പോൾ കൂടെ നിന്ന് ഗൺമാൻ സുദേശൻ എന്ന് പറഞ്ഞ ആൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പുള്ളിക്കാരനെ മർദ്ദിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ആഷിഖ് റഹ്മാനുണ്ട് വിശദാംശങ്ങളുമായി. ആഷിഖ്, എപ്പോഴാണ് സംഭവം? രാവിലെ 10:00-ഓടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ബത്തേരിയിലെ ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യവിളവെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കാൻ MLA പോകുന്ന സമയത്തായിരുന്നു പ്രതിഷേധം. ഈ ബത്തേരിയിലെ അർബൻ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട DCG ട്രസ്റ്റായിരുന്ന NM വിജയൻ ആത്മഹത്യ ചെയ്യുകയും തുടർന്നുള്ള സംഭവവികാസങ്ങളെല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. വയനാട്ടിലെ DCCയെ തന്നെ ഏറെ പ്രതിരോധത്തിലാക്കിയ വിഷയമായിരുന്നു NM വിജയന്റെ ആത്മഹത്യ. ഈ വിഷയത്തിൽ നേരത്തെ പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നപ്പോഴും സമാനമായ രീതിയിൽ DYFI കരിങ്കൊടി കാണിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കേസിൽ ഈ പ്രധാന പ്രതിയായിട്ടുള്ള MLAക്കെതിരെ DYFIയുടെ പ്രതിഷേധം നടന്നത്. വയനാട് ചുള്ളിയോടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ശേഷം ഈ ഗൺമാനെ മർദ്ദിച്ചതായും ആരോപണമുണ്ട്. ഈ MLA കാറിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ തന്നെ MLA കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും അത് പ്രതിരോധിക്കാൻ ശ്രമിച്ച IC ബാലകൃഷ്ണന്റെ ഗൺമാൻ സുദേശനെ DYFIക്കാർ മർദ്ദിച്ചെന്നുമാണ് ഇപ്പോൾ ആരോപണം വരുന്നത്. തുടർന്ന് പരിക്കേറ്റ ഗൺമാനെ സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ടുണ്ട്. എന്തായാലും ഈ അർബൻ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം കടുപ്പിക്കുകയാണ് DYFI. നേരത്തെ MP ഗോവിന്ദൻ അടക്കം വന്ന ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതേസമയം KPCCയുടെ അന്വേഷണ റിപ്പോർട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ KPCCക്ക് മുന്നിലുണ്ട്. ആഷിഖ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.